ഒരനുഭവം ജസ്റ്റ് ഷെയർ ചെയ്യാൻ തോന്നി. യുദ്ധത്തിൻ്റെ, അതായത് ഞാനൊരു മുസ്ലിം അല്ലാതെ ആയിരിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ ആദ്യ സമയങ്ങളിൽ ഞാൻ ചർച്ച ചെയ്ത ഉസ്താദുമാരിലെ ഒരു കൂട്ടം AP മൂല്യന്മാരുണ്ടായിരുന്നു. അവരുടെ ഒരു ക്ലബ്ബ്, അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റേഷനലി ക്ലബ്ബ്. അപ്പോൾ ഈ റേഷനലി ക്ലബ്ബിൽ ഞാനും ഒരംഗമായി. അങ്ങനെ അവരുമായിട്ടുള്ളൊരു സംസാരത്തിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, ഈ മുഹമ്മദ് നബി അതുപോലെ മുഹമ്മദ് നബിയും സംഘവും ചെയ്ത യുദ്ധങ്ങളിൽ പല ഗ്രാമങ്ങളോടും ഗോത്രങ്ങളോടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ യുദ്ധം ചെയ്ത സമയത്ത് അവിടെ യുദ്ധത്തിന് വന്ന അയാളികളെ ശിക്ഷിക്കുന്നതോ അല്ലെങ്കിൽ യുദ്ധബന്ദികളാക്കുന്നതോ ഒക്കെ മനസ്സിലാക്കാം, അവരെ കൊല്ലുന്നതൊക്കെ മനസ്സിലാക്കാം അല്ലേ, യുദ്ധത്തിന് വന്ന ആളുകളാണ്. എന്നാൽ യുദ്ധത്തിന് വന്ന ആളുകൾക്കപ്പുറം അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും ഒക്കെ എന്തിന് തടവിലാക്കണം? യുദ്ധം നടത്തിയ സ്ഥലങ്ങളിൽ അത്രയും അവിടെയുള്ള സ്ത്രീകളെ, അവിടെയുള്ള കുട്ടികളെ ഒക്കെ ബന്ദികളാക്കിയത് എന്തിന്? ബന്ദികളാക്കുക എന്നതിനപ്പുറത്തേക്ക് അടിമകളാക്കിയത് എന്തിന്? അവരെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്തിന്? ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്തത് എന്തിന് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ച സമയത്ത് അതിൽ ഏതൊക്കെയോ ചില മൂല്യന്മാരാണോ, ഇനി മൂല്യന്മാർ സപ്പോർട്ടർമാരായിട്ടുള്ളവരാണെന്ന് അറിയില്ല, റേഷനലി ക്ലബിൻ്റെ മെയിൻ സംഭവങ്ങളിൽ ചിലർ മറുപടി തന്നത് ആ സ്ത്രീകളും യുദ്ധത്തിന് വന്നവരായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ കൈകാര്യം ചെയ്തത്. അങ്ങനെ ഞാൻ ചില പേരുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേരുകളൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ യുദ്ധത്തിന് വന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകളൊക്കെ യുദ്ധത്തിന് വന്നവരായിരുന്നു എന്നത് കൃത്യമായി തെളിയിക്കുന്ന കിതാബുകളിൽ നിന്നുള്ളൊരു വരി, നിങ്ങൾ പ്രബലമായി അംഗീകരിക്കുന്ന, പ്രമാണങ്ങളായി അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വരികൾ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വരികൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ ന്യായീകരിക്കാൻ തുടങ്ങി. അവരിരുന്ന് ന്യായീകരിക്കണം. ആ പറഞ്ഞ കാര്യത്തിന് അവരങ്ങനെ ഇരുന്ന് ന്യായീകരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയല്ല. ഓരോരുത്തർ 3-4 മിനിറ്റുള്ള വോയിസുകൾ വിടുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയക്കുന്ന വോയിസുകളൊക്കെ ഞാൻ കേൾക്കാം. ആദ്യം നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ വാദം സത്യമാണെന്ന് ന്യായീകരിക്കുന്ന, സത്യമാണെന്ന് അംഗീകരിക്കുന്ന വരികളൊന്ന് കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു. അവർ പെട്ടു, അവർക്കൊന്നും പറയാനില്ല. ലാസ്റ്റ് അവരങ്ങനെ വോയിസ് അയക്കുന്നുണ്ട്, ഞാൻ ഒന്നും കേൾക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, വരികൾ ഇടണം, ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികൾ. ഏതൊരു ഗ്രന്ഥത്തിലാണോ അങ്ങനെ പറയുന്നത്, അംഗീകരിക്കപ്പെട്ടൊരു ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അതായത് അടിമകളാക്കി പിടിച്ച സ്ത്രീകൾ അത്രയും യുദ്ധത്തിന് വന്നവരായിരുന്നു എന്ന വാദം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വരികൾ കാണിക്കണം, എന്നിട്ട് നമുക്ക് ഒക്കെ സംസാരിക്കാം. വരികൾ തരൂല, കാരണം അങ്ങനെ വരികളില്ല ഒരു ഗ്രന്ഥത്തിലും. എന്നിട്ട് പിന്നെ ഇൻബോക്സിൽ ഒരു തങ്ങൾ വന്നു. തങ്ങൾ മീൻസ് ഈ പേരിൻ്റെ ഒപ്പം തങ്ങൾ എന്നുള്ള മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളെന്ന് വിശ്വസിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ തങ്ങൾ എന്ന് പറയാം. അതിൽ പെട്ട ഒരു മൂല്യർ വന്നു ഇൻബോക്സിൽ. എന്നിട്ട് പ്രൈവറ്റായിട്ട് എന്നോട് വന്നിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞ്, നിങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇങ്ങനെ അയക്കണം. ഞാൻ പറഞ്ഞു, തങ്ങളെ നിങ്ങളിപ്പോൾ വന്നത് എന്തിനാന്ന് എനിക്കറിയാം, നിങ്ങൾ പറയുന്ന വോയിസ് ഞാൻ കേൾക്കാം, ബട്ട് നിങ്ങൾ ആദ്യം ആ വരികളൊന്ന് തരും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ പറഞ്ഞ നുണയാണെന്ന് അംഗീകരിക്കും. ആ പറഞ്ഞത് നുണയാണെന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ അതല്ല, നിങ്ങൾ അതിന്മേൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്, നിങ്ങൾ വരി കൊണ്ടുവരി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് വീണ്ടും 4-5 മിനിറ്റുള്ള വോയിസ് അയക്കണം. ഞാൻ പറഞ്ഞു, ഞാനത് കേൾക്കില്ല, കേൾക്കണമെങ്കിൽ വരികൾ കൊണ്ടുവരണം, ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വരികൾ നിങ്ങൾ പറഞ്ഞ വാദത്തിനെ സാധൂകരിക്കുന്ന കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ വരിയില്ല. അപ്പോൾ മൂപ്പർ കൊണ്ടുവരാൻ കഴിയണില്ല. ലാസ്റ്റ് മൂപ്പർ അവസാനം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ അല്ല നിങ്ങൾ മുർത്തതായത്, നിങ്ങൾ അഹങ്കാരം കൊണ്ട് അങ്ങനെ മുർത്തതായതെന്നും പറഞ്ഞിട്ട് മൂപ്പർ നിർത്തിപ്പോയി. അല്ലാതെ പറഞ്ഞത് നുണയാണെന്ന് അംഗീകരിക്കാനൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലത്തെ ഒരു ന്യായീകരണമാണ് മറ്റേ ഈ യുദ്ധത്തടവുകാരാക്കി സ്ത്രീകളെ പിടിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച വന്നപ്പോൾ അൺമാർക്കിംഗ് അനോമലീസ് ടീം പറഞ്ഞു, എന്ത് അവർ പണ്ട് കാലത്തുള്ളവർ ഒരുങ്ങി നിൽക്കലായിരുന്നു, എന്നിട്ട് യുദ്ധത്തിന് സ്വന്തം ഗോത്രത്തിലുള്ളവർ പോയിട്ട് അവരെങ്ങാനും പരാജയപ്പെട്ടാൽ ആ കീഴടക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാറിഞ്ഞു പതിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അൺമാസ്കിംഗ് അനോമലീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയാം.
നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അവിടെ മാഷാള്ള സുബ്ഹാനല്ലാഹ് പറഞ്ഞ് മെഴുകിയ കുറേ ആൾക്കാരുണ്ട്. ആരെങ്കിലും ചോദിച്ചോ ഈ പറഞ്ഞതിന് സോഴ്സ് ഉണ്ടോ, ഈ പറഞ്ഞതിന് സ്വഹീഹ് ആയ ഏതെങ്കിലും രേഖ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? അതോ സ്വന്തം ദീനിനെ വെളുപ്പിച്ചാൻ എന്ത് പച്ച നോണ പറഞ്ഞാലും നമ്മൾ സുബ്ഹാനല്ലാഹ് പറയും, ദീനിനെതിരെ നിൽക്കണവൻ എന്ത് സത്യം പറഞ്ഞാലും നമ്മൾ ലഅനത്തുള്ളാഹി ചൊല്ലും എന്നുള്ളതാണല്ലോ ഇതിന്.